ഹലോ, നമ്മളുടെ എഡിൻബർഗിലെ വിശേഷങ്ങളൊന്നും ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ. നമ്മൾ അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ എഡിൻബർഗ് സിറ്റിയിലൂടെ നടക്കുകയാണ്. സിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ഏറ്റവും എഡിൻബർഗ് എന്ന് പറയുന്ന ഒരു ചരിത്രം നിറഞ്ഞ ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ചരിത്രം നിറഞ്ഞ തെരുവുകളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പഴയ കെട്ടിടങ്ങളും എല്ലാം കാണാൻ വളരെ ആകർഷകമായിട്ടിരിക്കുന്നല്ലേ. അതുപോലെ നമ്മൾ അപ്പൂപ്പൻ ഇപ്പം നമ്മളെ ആണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഏറ്റവും താഴെയാണ് ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നത്. അത് എനിക്കൊരു അത്ഭുതമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ എഡിൻബർഗിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നമുക്കെല്ലാം വിശന്ന് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അത് അപ്പൂപ്പനാണ് പ്രിഫർ ചെയ്തത്. അപ്പൂപ്പന് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ അപ്പൂപ്പൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നു. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, പക്ഷെ ഒന്നിൻ്റെയും പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ എല്ലാം കഴിച്ച് നല്ല ഫുഡായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഇനി കിട്ടുമോ എന്നറിയില്ല. നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.